ലെസൺ 14 ഇൻവെൻറ്റേഴ്സ് ആൻഡ് ഇൻവെൻഷൻസ്. ഇൻവെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഒരു വസ്തുവിനെ കുറിച്ച് കണ്ടുപിടിക്കുന്ന ആളിനെയാണ് ഇൻവെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്താണോ കണ്ടുപിടിക്കുന്നത് ആ വസ്തുവാണ് അയാളുടെ ഇൻവെൻഷൻസ് എന്ന് പറയുന്നത്. Children, we can go through about our previous lessons. Science crossword. There are 10 questions are there in that lessons. May I ask some questions to you? Only 5 questions I will ask to you that for revising that portions. Are you able to say the answer? Only checking. Whether you are able to answer the question or not. Are you ready, children? Say the answer along with me. Question 1. The instrument used for finding directions. Direction കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതായിരുന്നു? കോമ്പസ് അല്ലേ? ഓക്കെ. വൺ മോർ ക്വസ്റ്റ്യൻസ്. The study of nature and properties of matter and energy. Answer. Can you say the answer? Yes, correct. That is physics. Third question. The gas used to extinguish fire. തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്നാ പറഞ്ഞേ? കാർബൺ ഡയോക്സൈഡ്. വെരി ഗുഡ്. യു ഓൾ ഡൺ വെരി ഗുഡ് ജോബ്. What is an invention? Chapter 14 starting. What is an invention? കണ്ടുപിടുത്തത്തെയാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് അല്ലേ? An invention is a unique method object produced through the process of imagination and experience അല്ലേ? ഇമാജിനേഷൻ ഉള്ളവർക്ക് മാത്രമേ കണ്ടുപിടുത്തങ്ങൾ നടത്തൂ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ മനസ്സിൽ കാണുക, അതങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കും. പല പ്രാവശ്യം ഉണ്ടാക്കി അത് ഒരു ഓബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടുപിടിക്കുക, അത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നു, അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് പ്രാബല്യത്തിൽ വരുത്തുക അല്ലേ? ഒരു വസ്തുവിനെ കണ്ടുപിടിക്കുക. പല രീതിയിലുള്ള സാധനങ്ങൾ, ഓരോ വ്യക്തികളും പ്രഗത്ഭരായ ഓരോ വ്യക്തികളുടെ ഇൻവെൻഷൻസാണ് അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഓരോരോ വസ്തുക്കളും കണ്ടുപിടിച്ച് ഇൻവെൻഷൻ ചെയ്തിരുന്നു. ആ ഇൻവെൻഷനുകളിലാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കും ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്, ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം. അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിന് ഒരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം. അത് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം. ദെൻ വി ക്യാൻ ഇൻവെൻറ്റ് എ തിങ്. ഒരു വസ്തു നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലേ? വാട്ട് ഈസ് ആൻ ഇൻവെൻഷൻ? ആൻ ഇൻവെൻഷൻ ഈസ് എ യുണീക്ക് ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ഹൂ ഈസ് ആൻ ഇൻവെൻറ്റർ? ആരാണ് ഇൻവെൻറ്റർ? ആരാണ് ഈ കണ്ടുപിടിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്? ഇൻവെൻറ്റർ ആരാണ്? വൺ ഹൂ മേക്സ് ആൻ ഇൻവെൻഷൻ ഈസ് ആൻ ഇൻവെൻറ്റർ അല്ലേ? ഒരു വസ്തുവിനെ ഇൻവെൻഷൻ ചെയ്യുന്ന, കണ്ടുപിടിക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ ഇൻവെൻറ്റർ എന്ന് പറയുന്നത്. പല വസ്തുക്കളും നമുക്കറിയാമല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെർമോമീറ്റർ, ബൈസൈക്കിൾ, ബാരോമീറ്റർ അല്ലേ? അങ്ങനെ പല സാധനങ്ങളും കണ്ടുപിടിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവെൻറ്റർ എന്ന് പറയുന്നത്. One who makes an invention is an inventor. Understood, children? Children, can you identify this person? He is Percy Spencer. He invented an appliance that cooks food by means of microwaves. Electricity ഉപയോഗിച്ച് അതിൽ ആഹാരം കുക്ക് ചെയ്യാനുള്ള മൈക്രോവേവ് ഓവനാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. പെർസി സ്പെൻസർ. വാട്ട് ഹി ഇൻവെൻറ്റഡ്? മൈക്രോവേവ്സ്. ഹി ഇൻവെൻറ്റഡ് മൈക്രോവേവ്സ്. You know that you are very familiar with that microwaves. See this picture of microwave. The food prepared after cake and something bakes in the microwave oven. Rudolf Diesel. Who is he? Rudolf Diesel. He invented an engine that runs on diesel.
ഡീസൽ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ഒരു എഞ്ചിനാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? റുഡോൾഫ് ഡീസൽ. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് ആൻസർ. റുഡോൾഫ് ഡീസൽ ഇൻവെൻറ്റഡ് ആൻ എൻജിൻ ദാറ്റ് റൺസ് ഓൺ ഡീസൽ. ഡീസൽ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ഒരു എൻജിനാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ആ എൻജിൻ്റെ പേരെന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ് ഇൻവെൻഷൻസ് നെയിം? ഡീസൽ എൻജിൻ. എന്തായിരുന്നു? ഡീസൽ എൻജിൻ. ഇറ്റ് വർക്ക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡീസൽ. Children, this is the picture of Kirkpatrick Macmillan. What is that? Kirkpatrick Macmillan. He invented a pedal-driven vehicle that consists of two wheels attached to a frame. ഒരു ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 വീലുള്ള ചക്രമാണ്. അത് കാലുകൊണ്ട് നമ്മൾ ആ പെഡലിൽ ചവിട്ടിയാണ് നമ്മളവ ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രിവൺ vehicle that consists of 2 wheels attached to a frame. What is that vehicle? What is that vehicle? That is bicycle. Bicycle. Next picture is Kailan. This picture is Kailan's picture. He is an inventor. Invented a thin sheet made of wood pulp used for writing or printing. നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേപ്പർ അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പർ വുഡ് പൾപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. വുഡ് പൾപ്പ് എന്ന് പറഞ്ഞാൽ തടിയൊക്കെ ഇങ്ങനെ അരച്ചുണ്ടാക്കുന്നതാണ് പൾപ്പ്. അല്ല, ബാമ്പു. നിങ്ങൾക്കറിയാം ബാമ്പുവിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നതെന്ന് അല്ലേ? ബാമ്പുവിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. ആ പേപ്പർ അങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരെന്താണ്? വുഡ് പൾപ്പ്. അത് കൈലനാണ്. അദ്ദേഹം കണ്ടുപിടിച്ചത് ഏതാണ്? പേപ്പർ. പേപ്പർ. കൈലൻ കണ്ടുപിടിച്ചത് ഏതാണ്? പേപ്പർ. പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ്? വുഡ് പൾപ്പിൽ നിന്നാണ് പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്നത്. പേപ്പർ പേസ്റ്റ്, വുഡ് പേസ്റ്റാക്കി അത് പൾപ്പാക്കിയതിന് ശേഷം പേപ്പറാക്കി മാറ്റുന്നു. Next picture is Evangelista Torricelli. His name is, this picture, the man which show is that Evangelista Torricelli invented a device used to measure atmospheric pressure in a certain environment. അല്ലേ? എൻവയോൺമെൻറ്റ്, അന്തരീക്ഷത്തിലെ ഭയങ്കരമായിട്ടുള്ള പ്രഷർ കൂടിയിരിക്കുന്ന സമയത്തിന് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറിയാൻ വേണ്ടി അദ്ദേഹം ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി ഇൻവെൻറ്റഡ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ എ സർട്ടൺ എൻവയോൺമെൻറ്റ്. ചൂട് കൂടിയിരിക്കുന്ന സമയത്ത്, അദ്ദേഹം മർദ്ദം കൂടിയിരിക്കുന്ന സമയത്ത് അന്തരീക്ഷ മർദ്ദം അറിയാനായിട്ടുള്ള ഒരു ഉപകരണം ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ദാറ്റ്? That instrument name is barometer. Barometer. Okay. Next question is Samuel Colt. This picture shows Samuel Colt invented a firearm that can be fixed multiple times without reloading. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഉപകരണം എന്താണ്? വീണ്ടും വീണ്ടും റീലോഡ് ചെയ്യാതെ പല പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ. അതായത് വെടിവെക്കാനായിട്ട്. അതായത് നിങ്ങൾ ഗൺ പോലെ തന്നെയോടാണ് റിവോൾവ് ചെയ്യും. അതിനുള്ളിൽ എന്താണ് ബുള്ളറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്ത് മാറ്റി ഇത് റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് എന്താണ് ബുള്ളറ്റ്സ് ആർ ഇൻ ദാറ്റ് മെഷീൻ. What is that machine's name? Samuel Colt invented a firearm that can be fixed multiple times without reloading. റീലോഡിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെയും അത് എന്ത് ചെയ്യാം? കൈകൊണ്ടിങ്ങനെ ഇതാക്കി കറക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ആ ഗൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പേരെന്താണ്? റിവോൾവർ. എന്താണ്? റിവോൾവർ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അതിലെ ധാരാളം ബുള്ളറ്റ് ലോഡ് ചെയ്യും. വീണ്ടും റീലോഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. റിവോൾവർ.
Thank you, children. You complete these notes, these questions and answers together in your notebook. Write neatly and properly. Thank you very much, children. Okay, bye.